ഒരാഴ്ചക്കാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. വില കൊടുത്തു വാങ്ങി തങ്ങളുടെ പേരിൽ നിയമപരമായി രജിസ്റ്റർ ചെയ്ത് പതിറ്റാണ്ടുകളായി സ്വന്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിടപ്പാടത്തിന്റെ നിയമപരമായ അവകാശങ്ങൾക്കായി സമരം ചെയ്യുന്ന മുനമ്പം നിവാസികളുടെ വാർത്തയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞുനിന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന പ്രദേശത്ത് 600-ലേറെ കുടുംബങ്ങൾ എപ്പോൾ വേണമെങ്കിലും കുടിയിറക്കപ്പെടാമെന്ന ഭീഷണിയിലാണ് കഴിയുന്നത്. ഇതിനെതിരെയാണ് ജനങ്ങളുടെ പോരാട്ടം. സർക്കാർ എത്രയും വേഗം വിഷയത്തിന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതോടെയാണ് മുനമ്പത്തെ കുടുംബങ്ങൾക്ക് ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ നഷ്ടമായത്. ഭൂമി സ്വന്തം പേരിലാണെങ്കിലും കരമടയ്ക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് നിലവിൽ മുനമ്പം നിവാസികൾക്ക് ഉള്ളത്. എറണാകുളം മുനമ്പത്തെ വഖഫ് ഭൂമി പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ 16-ന് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ കെ രാജൻ, പി രാജീവ്, മന്ത്രി വി അബ്ദുറഹ്മാൻ, വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. മുനമ്പത്തെ 614 കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് സംബന്ധിച്ചായിരിക്കും ചർച്ച. ഈ വിഷയത്തിലെ കേസിൽ കോടതി സ്ഥിതി എന്താണെന്നും പരിശോധിക്കും. ഇടത് സർക്കാരുകളുടെ ഭാഗത്തെ വീഴ്ചയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന പ്രതിപക്ഷ ആരോപണം രാഷ്ട്രീയമായി തിരിച്ചടിയാകരുതെന്ന കരുതലിലാണ് സർക്കാർ. ക്രിസ്ത്യൻ സംഘടനകൾ ഇടപെട്ടതും ഭൂമി തർക്കത്തെ മറ്റു രീതികളിൽ വ്യാഖ്യാനിക്കാൻ BJP നടത്തുന്ന തീവ്ര ശ്രമത്തെയും സർക്കാർ ഗൗരവത്തോടെ കാണുന്നുണ്ട്. മുനമ്പം ചെറായി പ്രദേശങ്ങളിലെ ജനങ്ങൾ നേരിടുന്ന കുടിയിറക്കു ഭീഷണി അവരുടെ മാത്രമോ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മാത്രമോ പ്രശ്നമല്ലെന്നും ഈ നാടിന്റെ മുഴുവൻ വേദനയാണെന്നും ഭരണ നേതൃത്വങ്ങൾ അതിനെ ഗൗരവത്തോടെ കാണണമെന്നും കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറയുകയുണ്ടായി. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും സമത്വത്തെ എല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇവിടെ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ഭരണഘടന തന്നെ വിഭാവനം ചെയ്യുന്നത് ഏറ്റവും ചെറിയ സമൂഹത്തിനും ഏറ്റവും ചെറിയ വ്യക്തിക്കുമെല്ലാം അന്തസ്സോടുകൂടി ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങളിലൂടെ, ഈ വഖഫ് നിയമം എന്നൊക്കെ പറഞ്ഞ നിയമങ്ങളിലൂടെ, അത് തീർച്ചയായിട്ടും ഒരു മതവിഭാഗത്തിൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള നിയമമാണെങ്കിൽ ഞങ്ങൾ ആരും അതിനെതിരല്ല. പക്ഷേ നിയമപ്രകാരം ഒരു സമൂഹം വർഷങ്ങളായിട്ട് താമസിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലം, അവർക്ക് പട്ടയമുള്ള സ്ഥലം, അത് സുപ്രഭാതത്തിൽ വന്ന് മറ്റൊരു സമൂഹത്തിൻ്റെതാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വ്യവസ്ഥിതിയുടേതാണെന്ന് പറഞ്ഞ് 440ഓളം കുടുംബങ്ങളെ ഇറക്കി വിടുക എന്നൊക്കെ പറയുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഇത് നമ്മുടെ രാജ്യം ജനാധിപത്യമാണെന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് നോക്കിയുള്ള അവകാശം കൊടുക്കുന്ന ഒരു സംവിധാനമല്ല. അവിടെ എല്ലാവർക്കും ന്യായമായിട്ട് ജീവിക്കാനുള്ളൊരു അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനോട് പ്രതികരിക്കേണ്ടത് കേരള സമൂഹത്തിൻ്റെ, പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ കടമയും കടപ്പാടുമാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഈ കർണാടകയിൽ ഇതുപോലെ തന്നെ ഈ ഒരു 1200 ഏക്കറോളം കർഷകരുടെ ഭൂമി കർണാടക സർക്കാർ ഇപ്പോൾ അത് വഖഫിൻ്റെതല്ല, അല്ലെങ്കിൽ വഖഫിൻ്റെ ക്ലെയിം റിലീസ് ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കേരള സർക്കാരും ഇതേപോലെ വഖഫ് ബോർഡ് സർക്കാരിൻ്റെതാണ്, വഖഫ് മന്ത്രിയുണ്ട്. ഇങ്ങനൊരു നിലപാടെടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ? തീർച്ചയായിട്ടും അത് വഖഫ് ബോർഡും കേരള സർക്കാരും വളരെ നീതിപൂർണ്ണമായിട്ട് ഇതിൻ്റെ ചരിത്രം പഠിച്ച് ഇത് വഖഫിൻ്റെതല്ല എന്ന് പ്രഖ്യാപിക്കാനായിട്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവർ കൃത്യമായിട്ടുള്ള നീതിപൂർണ്ണമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ ഇതൊരിക്കലും അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരില്ല. അതോടുകൂടി ഈ കേരള സമൂഹത്തിലെ ഒരു വലിയ വിഭാഗത്തിന് നീറുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് പരിഹാരവുമാകും. സർക്കാർ ഇപ്പോഴും മൗനമാണ് ഈ വിഷയം. അത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് അവർ അവർ ഒരു ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ അവരെല്ലാവരുടെയും മന്ത്രിമാരും എല്ലാവരുടെയും നേതാക്കന്മാരുമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ മാത്രമായിട്ട് പ്രവർത്തിച്ചാൽ പോരാ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു കാര്യത്തിൽ ഭരണകൂടം പുലർത്തുന്ന ഒരു നിശബ്ദതയുടെ പിന്നിൽ ഒരുപക്ഷെ ഏതൊക്കെയോ ഭയപ്പാടുകൾ അവർക്കുണ്ട്. അവരൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അവർക്ക് വോട്ട് കുറഞ്ഞു പോകുമെന്നോ
അല്ലെങ്കിൽ ആരെങ്കിലും വോട്ട് ചെയ്യത്തില്ലെന്നോ വോട്ട് ചെയ്യുന്നവർ വിട്ടുപോകുന്നോ ഉള്ള ഭയപ്പാടുണ്ട്. അങ്ങനെ ഭയപ്പെട്ടാണ് അവർ നിശബ്ദത പുലർത്തുന്നത്. കേരള കോൺഗ്രസ് പാർട്ടി ഒരു ശക്തമായ നിലപാട് ഈ ഒരു വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗമാണ്, പക്ഷേ എടുക്കുന്നില്ല. ഇന്നലെ ജോസ് കെ മാണി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് വഖഫ് ഭൂമിയല്ല. അദ്ദേഹം അതിൻ്റെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനനുസൃതമായ ഒരു നിലപാട് ആ പാർട്ടി സ്വീകരിക്കും തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. മുസ്ലിം സംഘടനകളും പക്ഷേ അവർ പറഞ്ഞതിൽ ഒരു ചെറിയ ഒരു കൃത്യതയുടെ കുറവുണ്ട്. അവർ പറഞ്ഞത് രമ്യമായിട്ട് പരിഹരിക്കണമെന്നാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കേൾക്കുന്നത് ഇത് രമ്യമായിട്ട് പരിഹരിക്കാൻ പോകുന്നത് പകരം ഭൂമി കൊടുത്തുകൊണ്ടാണ്. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. അത് പകരം ഭൂമി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വഖഫാണെന്ന് അവർ അംഗീകരിക്കുകയാണ്. ഇനിയും 10 വർഷം കഴിഞ്ഞ് ഒരു പ്രാവശ്യം വഖഫായിരിക്കുന്ന ഭൂമി എപ്പോഴും വഖഫായിരിക്കും എന്നാണ് നിയമത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അത് 5 വർഷം കഴിഞ്ഞ് ഇനിയും ഇതേ അവകാശവാദങ്ങളുമായിട്ട് വരാം. അതിൻ്റെ പേരിൽ ഇങ്ങനെ വീണ്ടും സർക്കാരിൻ്റെ ഭൂമി ഓരോ കാര്യത്തിനായിട്ട് കൈയടക്കുന്ന ഒരു സാഹചര്യം വരും. അത് ഒന്നും ഒരിക്കലും നീതിപരമായ ഒരു ഇതിൻ്റെ എല്ലാം പിന്നിൽ വോട്ട് ബാങ്കുകളെ പേടിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, വോട്ട് ബാങ്ക് അതിൻ്റെ വലിപ്പം നോക്കി തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു ഭരണകൂടത്തിൻ്റെ വലിയ പരാജയമാണ്. ഒരിക്കലും അങ്ങനല്ല ചെയ്യേണ്ടത്. കാരണം കേരളം പോലെ ഇത്രയും വിദ്യാഭ്യാസമുള്ള മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ഇത്രയും ബോധ്യമുള്ള ഒരു സമൂഹമാണ് കേരളം. ആ കേരളത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് മനുഷ്യർക്കത് മനസ്സിലാവും. അത് നമ്മുടെ സർക്കാരുകളും അതനുസരിച്ച് അവരുടെ പ്രവർത്തനങ്ങളിൽ വ്യത്യാസം വരുത്തണമെന്നാണ് പറയുന്നത്. അട്ടിമറി ഇതൊന്നും നടത്താൻ പറ്റിയില്ലെങ്കിൽ 6000-ഓളം വോട്ടുകൾ വിവിധ സഭകളുടേതായിട്ട് പാലക്കാടുണ്ട്, തൃശ്ശൂരുണ്ട്, അപ്പോൾ കോട്ടപ്പുറം അതിരൂപതയിലൊക്കെ വോട്ടുകളുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്ത് നിലപാടായിരുന്നു സഭകൾ കൈക്കൊള്ളുന്നത്? രാഷ്ട്രീയമായ ഒരു നിലപാട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എൻ്റെ വിചാരം നീതിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന നീതിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം നീതിക്ക് വേണ്ടി നിൽക്കുന്നവരോട് കൂടി ആയിരിക്കുമല്ലോ എപ്പോഴും പ്രവർത്തിക്കുക. ഈ വഖഫ് വിഷയം മുനമ്പം ഇത് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ മണ്ഡലങ്ങളും പ്രതിനിധിക്കും. ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകനല്ലല്ലോ. മുനമ്പം ഭൂമി പ്രശ്നത്തിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. മുനമ്പത്തുള്ളവരുടെ ഭൂനികുതി സ്വീകരിക്കുന്നത് നിർത്തിയത് എന്തിനാണെന്ന് അദ്ദേഹം ചോദിച്ചു. മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്നതിനെയും അദ്ദേഹം വിമർശിച്ചിരുന്നു. മുനമ്പത്ത് പണം കൊടുത്ത് ഭൂമി വാങ്ങിയ അവകാശികളുടെ ഭൂമിയിൽ വഖഫ് ബോർഡ് ഉന്നയിച്ച അവകാശം അന്യായമാണെന്നിരിക്കെ രാഷ്ട്രീയ തലത്തിലുള്ള ചർച്ചകളല്ല, മുനമ്പം ഭൂമി വഖഫ് ഭൂമിയല്ലെന്ന പ്രഖ്യാപനമാണ് സർക്കാർ തലത്തിൽ ഉണ്ടാകേണ്ടതെന്ന് കത്തോലിക്ക കോൺഗ്രസും വ്യക്തമാക്കി. അധാർമികമായ നിയമത്തിന്റെ പേരിൽ വഖഫ് ബോർഡ് നടത്തുന്ന കയ്യേറ്റ ശ്രമം ന്യായീകരിക്കാൻ വേണ്ടി നടത്തുന്ന രാഷ്ട്രീയമായ തന്ത്രങ്ങൾ മുനമ്പത്ത് വില പോകില്ലെന്നും കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞു. ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനായി മുനമ്പം നിവാസികൾ നടത്തുന്ന നിരാഹാര സമരം 24-ാം ദിനത്തിലെത്തിയപ്പോൾ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, വിജയപുരം ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തെച്ചേരിൽ, സഹായമെത്രാൻ ഡോക്ടർ ജസ്റ്റിൻ മടത്തിൽ പറമ്പിൽ എന്നിവർ സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. മുനമ്പത്ത് നിന്ന് ആരെയും പെട്ടെന്ന് കുടിയൊഴിപ്പിക്കില്ലെന്നും വഖഫ് ബോർഡ് പ്രദേശവാസികളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടില്ലെന്നും വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കേന്ദ്ര നിയമം അനുസരിച്ച് മാത്രമേ വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകൂവെന്നും അദ്ദേഹം പറഞ്ഞു. നിയമപരമായി മുനമ്പം ഭൂമി പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും വഖഫ് ഭൂമി സംരക്ഷിക്കുക എന്നതാണ് ബോർഡിന്റെ ചുമതലയെന്നും MK സക്കീർ വ്യക്തമാക്കി. കേരള വഖഫ് ബോർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു സെൻട്രൽ ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിനകത്ത് വഖഫിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട വസ്തുക്കളെ സംബന്ധിച്ചോളം അത് സംരക്ഷിക്കാനും അതിനകത്ത് നിയമവിരുദ്ധമായ ആരെങ്കിലും കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കൈവശം മാറ്റി വഖഫ് ആയി പുനഃസ്ഥാപിക്കാനാണ് വഖഫിൻ്റെ പ്രാഥമിക ചുമതല. ഇത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ പല വഖഫ് ചെയ്ത വസ്തുക്കളെ സംബന്ധിച്ചും ഒരുപക്ഷെ തൊട്ടടുത്തുള്ള കൈവശക്കാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ തന്നെ നിയമവിരുദ്ധമായ ആധാരങ്ങൾ സൃഷ്ടിച്ചിട്ടോ അല്ലെങ്കിൽ യാതൊരു രേഖയില്ലാതെ കയ്യേറിയിട്ടോ കാലങ്ങളായി കൈവശം വെക്കുന്ന രീതിയുണ്ട്. എത്ര കാലം കൈവശം വെച്ചാലും അതിനെ വഖഫ് സ്വത്താണെങ്കിൽ അത് വഖഫ് സ്വത്തായി കൈകാര്യം ചെയ്യുന്ന ചുമതലയാണ് ബോർഡിനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ചെറായി വിഷയവുമായി ബന്ധപ്പെട്ട് 1950-ലാണ്
ഇത് വഖഫ് ചെയ്യുന്നു. 404 ഏക്കർ വഖഫ് ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടിയുള്ള നീക്കിവെച്ച ഭൂമിയാണ്. അത് വഖഫ് ചെയ്യുന്നതോടുകൂടി വഖഫ് ആരെയാണോ ഏൽപ്പിച്ചിട്ടുള്ളത് ആ മുത്തവല്ലി കമ്മിറ്റി ആയിട്ടുള്ള ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് വഖഫ് ചെയ്ത വ്യക്തിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റും വിധം അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചുമതലയാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്യപ്പെട്ട വസ്തു വഖഫ് ബോർഡ് പരിശോധിക്കപ്പെടുന്നുണ്ട്. ഇത് ഈ വഖഫ് ബോർഡ് ഇങ്ങനെ വസ്തു രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ അതിന് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തെങ്കിലും നടപടി നടത്തുമ്പോൾ വളരെ ചുരുങ്ങിയ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ നമ്മൾ നടപടി നടത്തിയിട്ടുള്ളൂ. ഏകദേശം 12ഓളം പേരെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടാണ് അവർക്ക് നമ്മൾ വിവരം കൊടുത്തിട്ടുള്ളൂ. ഈ 12 പേർക്ക് നോട്ടീസ് അയച്ചെങ്കിൽ ആ 12 പേർക്ക് അവരെ അവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാം, വിരോധമില്ല. അത് ബോർഡ് പരിശോധിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് കൈവശക്കാർക്ക് ആർക്കും വേണമെങ്കിൽ അവരുടെ ടൈറ്റിൽ ഹാജരാക്കി അതൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആ പരിശോധിക്കപ്പെടുന്നതൊക്കെ തന്നെ എന്താണ്, നിയമപരമായ വഴികളിലൂടെ മാത്രമേ പരിശോധിക്കപ്പെടാൻ കഴിയുള്ളൂ. എന്നല്ല അതൊരു സമ്മർദ്ദത്തിൻ്റെ വഴിയോ ഒരു അനുകമ്പയുടെ വഴിയോ മറ്റൊന്നും തന്നെ, ഒരു കോപമോ വിദ്വേഷമോ അനുകമ്പയോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ നേരെ ചൊവ്വേ നടത്തുന്ന സ്ഥാപനമായതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം വഖഫ് ബോർഡ് ഒരു ഭീകര ജീവിയാണ് എന്നിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വഖഫ് ബോർഡ് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. വഖഫ് ചെയ്യപ്പെട്ട ആധാരം ഉണ്ടെങ്കിൽ മാത്രമേ രജിസ്റ്റർ ചെയ്യപ്പെടുള്ളൂ. ആധാരമില്ലാത്ത ഒരു പേപ്പറും ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. വഖഫ് എന്ന പേര് കൃത്യമായി കണ്ടതുകൊണ്ടാണ്. സാധാരണ തീറാധാരം എഴുതി നമ്മൾ രജിസ്റ്റർ ചെയ്യില്ല. വഖഫ് എന്ന് കണ്ടതുകൊണ്ട് വഖഫായി നമ്മൾ രജിസ്റ്റർ ചെയ്തു. അതിന് നടപടി നടത്തുന്നല്ലാതെ നമ്മൾ അതിനകത്ത് കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ഒരുപക്ഷെ താമസക്കാരുണ്ടായിരിക്കാം, ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വഖഫ് ബോർഡ് തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് നിയമപ്രകാരം. അതേസമയം തന്നെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ട്രിബ്യൂണലിലും ഒക്കെ തന്നെ ഒരുപാട് കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആധാരങ്ങളെ സംബന്ധിച്ച് അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട പരിശോധിക്കപ്പെടും. അതിനിടയിലാണിപ്പോൾ കുറേ വിഷയങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നു എന്നൊക്കെ തന്നെ ഒരു ചർച്ച വരുന്നത്. കുടിയൊഴിപ്പിക്കാൻ ഈ നാളിതുവരെ വഖഫ് ബോർഡിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനും ഒരു നടപടി നടത്തി ഇറങ്ങിപ്പോകണം എന്നൊരു സീൻ ഉണ്ടായിട്ടില്ല. അവിടെ നമ്മൾ ഹിയറിങ്ങിന് വിളിക്കുകയാണ്. വഖഫ് ബോർഡിൻ്റെ നിയമപരമായ ഉത്തരവാദിത്തമാണ് ഹിയറിങ്ങിന് വിളിച്ച് അവരെ കേൾക്കൽ. ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ ഹിയറിങ്ങിൻ്റെ അവസാന തീർപ്പ് എന്താണ്, ആ തീർപ്പിനനുസരിച്ചിട്ട് നമ്മൾ തീരുമാനം എടുക്കുമെന്നല്ലാതെ വേറെ ഒന്നും കേൾക്കുന്നതൊന്നും ശരിയല്ല. ബോർഡ് അങ്ങനെ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു സ്റ്റെപ്സും ബോർഡ് നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത്ര വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളൂ. അവർക്ക് രേഖകൾ ഹാജരാക്കാം, അത് നമ്മൾ പരിശോധിക്കപ്പെടുന്നുണ്ട്. ഇനി 16-ാം തീയതിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞാൽ 16-ാം തീയതി മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി ചേർന്ന് ബോർഡ് യോഗത്തിൽ വഖഫ് ബോർഡ് ചെയർമാനൊക്കെ വിളിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡ് മുമ്പാകെയുള്ള രേഖകൾ, ഇത് സംബന്ധമായി നാളിതുവരെ നടത്തിയ നടപടികൾ അതെന്താണ് എന്ന് അവിടെ അവതരിപ്പിക്കാൻ എനിക്ക് കഴിയുള്ളൂ. അത് അവതരിപ്പിച്ചതിന് ശേഷം വളരെ വിശദമായ രൂപത്തിൽ പഠിച്ച് എന്തെല്ലാം സംവിധാനങ്ങളാണ് രൂപപ്പെട്ടു വരുന്നത് എന്ന് അറിയിക്കുന്ന മുറക്ക് വഖഫ് ബോർഡ് അനുസരിച്ച് പ്രവർത്തിക്കും എന്നല്ലാതെ ഓൺ ടേബിളിൽ ഇന്നിപ്പോൾ എല്ലാവരും ഓടി വന്നുള്ളത് ബോർഡെന്തോ തീരുമാനം എടുക്കുന്ന രൂപത്തിലാണ്. അല്ല, ബോർഡ് തീരുമാനങ്ങൾ തന്നെ ഞാൻ പറഞ്ഞില്ല, 10-40 വർഷമായി, 40 അല്ല, ഒരു 62 തുടങ്ങിയ ലിറ്റിഗേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഇങ്ങനെ സമ്മർദ്ദങ്ങളിലോ മറ്റ് ഒരുവിധ വിഷയങ്ങളോ ഞങ്ങളെ മുന്നോട്ട് പോക്കിനും തടസ്സമല്ല. അത് വഖഫ് ബോർഡ് തികച്ചും നിയമത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ സ്ഥാപനമാണ്. മറിച്ച് ഇതേ പറഞ്ഞ പോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അവകാശങ്ങൾ നല്ല വിജയകരമായൊരു ടൈറ്റിൽ അവർക്കുണ്ടെങ്കിൽ ആ ടൈറ്റിൽ നമ്മൾ അംഗീകരിക്കും, ഒരു വിരോധമില്ല അതിന്. അപ്പോൾ നമ്മൾ വേറെ ഒരു കഠിനമായ ഒരു ആക്ടിവിറ്റി നമ്മൾ നടത്തിയിട്ടില്ല. ഏതാണ് നിയമം, ആ നിയമത്തിനനുസൃതമായി തീരുമാനമെടുക്കും. കാലങ്ങളായുള്ള വിയർപ്പും കണ്ണീരും സ്വപ്നങ്ങളും അലിഞ്ഞ സ്വന്തം ഭൂമിയുടെ അവകാശങ്ങൾക്കായി സമരം ചെയ്യുന്ന മുനമ്പം ജനതയ്ക്കൊപ്പം ഇടുക്കി രൂപതയുമുണ്ടെന്ന് ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ അറിയിച്ചു. ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള സമരമാണ് മുനമ്പത്ത് നടക്കുന്നത്. മുനമ്പം ജനതയെ വഖഫിന്റെ പേരിൽ കുടിയിറക്കാനുള്ള ഏത് നീക്കവും ചെറുക്കപ്പെടണം. കരിനിയമങ്ങളുടെയോ ഗൂഢമായ അജണ്ടകളുടെയോ പേരിൽ ജനങ്ങളെ കുടിയിറക്കാൻ ശ്രമം നടത്തുന്നവരെ ഒറ്റപ്പെടുത്തണമെന്ന് ബിഷപ്പ് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന നിരാഹാര സമരത്തിന്റെ 25-ാം ദിനത്തിൽ കടലിന്റെ മക്കൾ കടലിലേക്ക് എന്ന പ്രതിഷേധം
മുൻ MLA PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അദ്ദേഹം കടലിൽ ഇറങ്ങി വഖഫ് നിയമത്തിനെതിരെ പ്രതിഷേധം അറിയിച്ചു. മുനമ്പത്തെ ജനത ആരുടെയും ഔദാര്യത്തിനായി കാത്തുകെട്ടിക്കിടക്കുന്നവരല്ല. അവരോട് വഖഫ് ബോർഡും ഭരണപ്രതിപക്ഷങ്ങളും ഉയർത്തുന്നത് കനത്ത വെല്ലുവിളി തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വെല്ലുവിളിയല്ല, ധാർഷ്ട്യ അഹങ്കാരം തന്തയ്ക്ക് പറക്കാത്തരം. മനസ്സിലായില്ലേ? ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. ക്ഷമിക്കുക, തെറി പറയാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല, പക്ഷെ അത് പറയാതിരിക്കാൻ മേല. ഇത് 1870 മുതൽ പാവപ്പെട്ട ജനങ്ങൾ കുടിയേറി പാർക്കുന്ന സ്ഥലമാണ് മുനമ്പം. അതായത് ഇത് 1985 ഹൈക്കോടതി തന്നെ ആധാരം കൊടുക്കാൻ പറഞ്ഞു. ഇവിടെ കഴിക്കുന്ന 610 കുടുംബങ്ങളുടെ കയ്യിൽ ആധാരം കയ്യിലിരിക്കുകയാണ്. അവർ കരമടച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പോക്കറി ചെയ്തിട്ടുണ്ട്. അവരുടെ കയ്യിലിരിക്കുന്ന ഭൂമിയാണ്. അതാണ് ഇപ്പോൾ വക്കപ്പ തേങ്ങാക്കൊല എന്ന് പറഞ്ഞ് കയ്യേറാൻ വരുന്നത്. കൊടുക്കുമോ? ആര് കൊടുക്കാൻ? ഈയനം റൗഡീസൊന്നും അനുവദിക്കുന്ന പ്രശ്നമില്ല. വക്കം മന്ത്രി അയക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ട്, അതുകൊണ്ട് അത് വൃത്തിയോട് പറയുന്നത്. കാര്യങ്ങൾ പഠിച്ച് വർത്തമാനം പറയണ്ടേ? ഞാൻ പറയാം എന്താന്ന്. അതായത് നമ്മുടെ KPA മജീദ് മുസ്ലിം ലീഗിൻ്റെ MLA കഴിഞ്ഞ 2022 12-ാം തീയതി ഡിസംബർ 12-ാം തീയതി ഒരു സബ്മിഷൻ. ആ സബ്മിഷനാണ് നമ്മുടെ ഈ മണ്ടൻ മന്ത്രി അബ്ദുറഹ്മാൻ. ഇത് മുഴുവൻ വഖഫ് ഭൂമിയാണ്. അവൻ എങ്ങനെ അറിഞ്ഞത് വഖഫ് ഭൂമിയാണെന്ന്? ഇത് മുഴുവൻ ആധാരം ചെയ്തിട്ട് കിട്ടിയതല്ലേ? ജനങ്ങളിരിക്കുന്ന ഭൂമി ആധാരം ചെയ്ത് കൈ വെച്ചിരിക്കുക. അപ്പോൾ എങ്ങനെ വഖഫ് ഭൂമിയാകുന്നത്? അത് തന്നെയല്ല, കോടതി നിന്ന് സമ്മതിച്ചിട്ടുള്ളതല്ലേ. പിന്നെ ഇപ്പോൾ എന്താ, 2007 നാസർ കമ്മിറ്റി വന്നു, നമ്മുടെ BS ഗവൺമെൻറ്. അയാൾ പറഞ്ഞു ഇത് വഖഫ് ഭൂമിയാണ്. അപ്പോഴാണ് വഖഫ് ഭൂമി എന്നൊരു ചാട്ടം തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ വഖഫ് ഭൂമിയാകാൻ പറ്റും? ഇത് ഒരിക്കലും അംഗീകരിക്കില്ല. ഇവിടെ 100 മനുഷ്യൻ ഒത്തിരിക്കാനിരിക്കുന്ന പ്രശ്നമില്ല. സെക്ഷൻ 40 പ്രശ്നം. 95-ലും 2013-ലും, അതായത് 95-ൽ നമ്മുടെ നമ്മുടെ ഇങ്ങനെയുള്ള നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്റും അതുപോലെ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്, ഇവർ രണ്ടും കൂടെ ഉണ്ടാക്കിയ നിയമങ്ങളാണ് അമെൻമെൻറ്റായത്. ആ അമെൻമെൻറ്റിൻ്റെ പേരിലാണ് പാവങ്ങളെ ഇറക്കിവിടാമെന്ന് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 40 അതനുസരിച്ചാണ്. അതായത് ഇപ്പോൾ എന്താ എൻ്റെ വസ്തു, ഞാനിപ്പോൾ ഈരായിട്ടൂടെ താമസിക്കാം. നാളെ രാവിലെ വഖഫ് ബോർഡ് പറയാം ഈ ഭൂമി 200 കൊല്ലം മുമ്പ് വഖഫ് ചെയ്ത് ഞങ്ങൾക്ക് കിട്ടിയാൽ എനിക്ക് നോട്ടീസ് തന്നാൽ ഞാൻ ഇറങ്ങിപ്പോക്കണം. വേറെ ഒന്നല്ല, ഞാൻ തെളിയിക്കണത് എൻ്റെതാണെന്ന്, വഖഫിൻ്റെ അല്ലെന്ന്. എങ്ങനെ ഞാൻ തെളിയിക്കും 200 കൊല്ലം മുമ്പ്? അപ്പോൾ അതായത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എങ്ങനെ ഞാൻ തെറ്റ് ചെയ്താൽ പോലീസ് കേസെടുത്ത പോലീസ് ഞാൻ കുറ്റക്കാരനാണെന്ന് തെളിയിച്ച് എന്നെ ശിക്ഷിക്കും, അല്ലെ വെറുതെ വിടും. ഇത് അങ്ങനെയല്ല. വഖഫ് ബോർഡ് നോട്ടീസ് തന്നാൽ ഞാൻ പോയി തെളിയിച്ചോണം എൻ്റെതല്ല, വഖഫിൻ്റെ അല്ല, എൻ്റെതാണെന്ന്. നടക്കുമോ? ഇതാണ് ഇത്രയും വൃത്തികെട്ട ഭരണഘടനയ്ക്ക് മുകളിലുള്ള ഈ നാണംകെട്ട നിയമം എടുത്തു മാറ്റാൻ ബഹുമാനപ്പെട്ട മോദിജിയുടെ നേതൃത്വമുള്ള നീക്കം നടക്കുകയാണ്. അതിന് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി വെച്ച് കഴിഞ്ഞു. ആ കമ്മിറ്റിയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം വാക്കൗട്ട് എടുത്ത് അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് എന്നിട്ട് കോൺഗ്രസ്സുകാർ നല്ല വാക്ക് പറയുക. അവിടെ നിയമസഭ കൊണ്ട് പാസ്സാക്കി തന്നെ കേന്ദ്രം കൊണ്ടുവരുന്ന നിയമം പാസ്സാക്കാൻ പാടില്ലെന്ന് പ്രമേയം പാസ്സാക്കിയവന്മാർ ഇവനൊക്കെ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ ദൈവവിശ്വാസമുണ്ടോ? ഇവനൊക്കെ എങ്കിൽ നാണമൊന്നും, ഇവനൊക്കെ മനസാക്ഷിയുണ്ടോ? ഇവിടെ എന്തിടും ജോസഫും വേറെ ഒരുത്തരും കൂടെ ഇന്നലെ ഇവിടെ വന്നു. ജോസ്കാമണി മോൺസ് ജോസഫ്. എന്ത് ന്യായം അവന്മാർ പറയാൻ? അമ്മ 2 കൈപൊക്കിയന്മാരാ ഈ വഖഫ് നിയമം മാറ്റാൻ പാടില്ലെന്ന് നിയമസഭയിൽ. ഏത് ഈ ഒക്ടോബർ 14-ാം തീയതി. എന്നിട്ട് അവന്മാർ വർത്തമാനം പറയുന്നത്. അതുപോലെ തന്നെ ജോസ്കാമണി വന്നു. അവൻ ഇന്ത്യൻ പാർലമെൻറ്റ് അവൻ്റെ 5 MLA നിയമസഭയിലും പറഞ്ഞു വഖഫ് നിയമം മാറ്റാൻ പാടില്ലെന്ന്. പറഞ്ഞു പിന്നെ ഇങ്ങോട്ട് വരുന്നത് ഈ പാവങ്ങൾ ജനങ്ങളെ, ഈ പാവപ്പെട്ട 610ഓളം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ മുണ്ടുപൊക്കി കാണിക്കരുത്. നാണം കെട്ടവന്മാർ. അതാ പറയാനുള്ളത്. ഏവരും ഉറ്റുനോക്കിയിരുന്ന US ഇലക്ഷൻ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ സംഭവ വികാസങ്ങളിലൊന്ന്. കമല ഹാരിസ് വിജയം നേടുമെന്ന് പ്രവചിക്കപ്പെട്ടിരുന്ന സ്വിംഗ് സ്റ്റേറ്റുകളിലടക്കം മികച്ച പ്രകടനം നടത്തിയ ട്രംപ് 7 നിർണായക സംസ്ഥാനങ്ങളും കൈപ്പിടിയിൽ ഒതുക്കിയാണ് വിജയം സ്വന്തമാക്കിയത്. പോപ്പുലർ വോട്ടുകൾ നോക്കിയാൽ 51% അമേരിക്കക്കാർ ട്രംപിന് ഒപ്പം നിന്നു. കമലയ്ക്ക് കിട്ടിയത് 47% വോട്ട് മാത്രം. ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതയെ അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിൽ എത്തിക്കാനായി സ്ത്രീകളുടെ വോട്ട് വലിയ തോതിൽ വീഴുമെന്ന പ്രവചനം അമ്പെ പാളുകയും ചെയ്തതാണ് കമലയുടെ പരാജയത്തിന് കാരണം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന ജയമാണ് ട്രംപ് നേടിയത്. 538 ഇലക്ട്രൽ വോട്ടുകളിൽ 280 എണ്ണം ട്രംപ് ഉറപ്പാക്കി. റിപ്പബ്ലിക്കൻ കോട്ടകളിൽ 30% വരെ കൂടുതൽ വോട്ടുകൾ നേടിയാണ് ട്രംപ് വിജയം സ്വന്തമാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറിയപ്പോൾ ഇന്ത്യൻ വംശജ ഇതാദ്യമായി പ്രസിഡന്റ് ആകുമോ എന്ന ചോദ്യമായിരുന്നു ഉയർന്നത്. വൈസ് പ്രസിഡന്റ് കമല ഹാരിസിലൂടെ അങ്ങനെയൊരു ചരിത്രം അമേരിക്കയിൽ പിറക്കുമെന്ന പ്രതീക്ഷകൾ അവസാനിച്ചിരിക്കുകയാണ്.
എന്നാൽ കമലയെ പരാജയപ്പെടുത്തി ട്രംപ് വീണ്ടും വൈറ്റ് ഹൗസിലേക്ക് ചുവടുവെച്ചു. ജനങ്ങളെ അഭിസംബോധന ചെയ്ത ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലെ ജനങ്ങൾക്കും തന്നോടൊപ്പം നിന്ന പാർട്ടി പ്രവർത്തകർക്കും കുടുംബത്തിനുമെല്ലാം നന്ദി പറഞ്ഞു. അമേരിക്കയുടെ സുവർണകാലം വന്നെത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിനുണ്ടായ മുറിവ് ഉണക്കുമെന്നും ട്രംപ് പ്രതിജ്ഞയെടുത്തു. അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി താൻ തെരഞ്ഞെടുക്കപ്പെട്ടുവെന്നും അദ്ദേഹം ഫ്ലോറിഡയിൽ പറഞ്ഞു. Thank you very much. Wow. Well, I want to thank you all very much. This is great. These are our friends. We have thousands of friends on this incredible movement. This was a movement like nobody's ever seen before. And frankly, this was, I believe, the greatest political movement of all time. There's never been anything like this in this country and maybe beyond. And now it's going to reach a new level of importance because we're going to help our country heal. We're going to help our country heal. We have a country that needs help, and it needs help very badly. We're going to fix our borders. We're going to fix everything about our country. And we made history for a reason tonight, and the reason is going to be just that. We overcame obstacles that nobody thought possible, and it is now clear that we've achieved the most incredible political thing. Look what happened. Is this crazy? But it's a political victory that our country has never seen before, nothing like this. I want to thank the American people for the extraordinary honor of being elected your 47th president and your 45th president. And every citizen, I will fight for you, for your family, and your future. Every single day I will be fighting for you, and with every breath in my body, I will not rest until we have delivered the strong, safe, and prosperous America that our children deserve and that you deserve. അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും അധികാരത്തിലേറുമെന്നുറപ്പായതോടെ ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദന പ്രവാഹമായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയടക്കം അഭിനന്ദനം അറിയിച്ചു. വിജയത്തിൽ ട്രംപിനെ അഭിനന്ദിച്ച മോദി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുമെന്നും പറഞ്ഞു. സുഹൃത്തുമായി ഫോണിൽ സംസാരിച്ചുവെന്നാണ് മോദി ഇക്കാര്യത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചത്. സാങ്കേതിക വിദ്യ, പ്രതിരോധം, ഊർജം തുടങ്ങിയ മേഖലകളിൽ അമേരിക്കയുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയം സംബന്ധിച്ച് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസ് രംഗത്തെത്തിയിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വൻ വിജയം സ്വന്തമാക്കിയ ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് അഭിനന്ദനമറിയിച്ചാണ് കമല പരാജയം സമ്മതിച്ചത്. എല്ലാ അമേരിക്കക്കാരുടെയും പ്രസിഡന്റായിരിക്കട്ടെ ട്രംപ് എന്നും കമല ആശംസിച്ചു. 2025 ജനുവരി 6-നാണ് ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടക്കുക. അമേരിക്കയിൽ സമാധാനപൂർണമായ അധികാര കൈമാറ്റം നടക്കുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ഇതിനോടകം പറഞ്ഞു. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് ശേഷം ആദ്യമായി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദനങ്ങൾ അറിയിച്ചുവെന്നും സമാധാനപൂർണവും കാര്യക്ഷമവുമായ ഒരു അധികാര കൈമാറ്റം ഉറപ്പാക്കാൻ മുഴുവൻ ഭരണകൂടത്തോടും നിർദ്ദേശിക്കുമെന്ന് ട്രംപിനെ ഉറപ്പു നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. I know for some people it's a time for victory, to state the obvious. For others, it's a time of loss. Campaigns are contests of competing visions. The country chooses one or the other. We accept the choice the country made. I've said many times, you can't love your country only when you win. You can't love your neighbor only when you agree. Something I hope we can do, no matter who you voted for, is see each other not as adversaries, but as fellow Americans. Bring down the temperature. I also hope we can lay to rest the question about the integrity of the American electoral system. ഇതോടുകൂടെ ഈ ആഴ്ചയിലെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു.
അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.